മലപ്പുറം ആലത്തിയൂർ പത്തൻപടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ ആലത്തിയൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും ബസ്സും ബൈക്കും ഭാഗികമായും തകർന്നു. എറണാകുളം ആലുവയിൽ സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി റഫറി ജഡ്ജ് ഓറിയന്റേഷൻ സെമിനാർ സംഘടിപ്പിച്ചു. കേരള കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് സെൻസായി എസ് രഘുകുമാർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കോതോൾ റോഡ് ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ ജനകീയ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് വണ്ടി തള്ളൽ സമരം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് വളാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് അജീഷ് പട്ടേരി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ചാലിശ്ശേരിയിൽ കിണറ്റിൽ നിന്നും 2 അണലിപ്പാമ്പുകളെ പിടികൂടി. ചാലിശ്ശേരി സ്വദേശി തോമസിന്റെ വീട്ടുപറമ്പിലെ കിണറ്റിൽ നിന്നാണ് പാമ്പുകളെ പിടികൂടിയത്. പാമ്പ് സംരക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ രാജൻ പെരുമ്പിലാവാണ് പാമ്പുകളെ പിടികൂടിയത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്കിൽ കെമിലുമിനിസൻസ് മെഷീൻ ഉദ്ഘാടനവും ISBTI സംസ്ഥാന സമ്മേളനത്തിന്റെ ബ്രോഷർ പ്രകാശനവും നടന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചേലക്കരയിൽ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ നീക്കം ചെയ്തു. നടപടി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം. ആനയെഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും കൊണ്ടുവന്ന കോടതി നിർദ്ദേശങ്ങൾക്കെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങി തൃശൂർ ഉത്സവാഘോഷ കമ്മിറ്റി. പ്രക്ഷോഭം തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. തൃശൂർ അന്തിക്കാട് അങ്കണവാടി കുരുന്നുകൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളീയ ക്ഷേത്രകലാ സംഘം തൃത്താല മേഖലാ സമ്മേളനം നടന്നു. തൃശൂർ ശ്രീ മുക്കാരത്തിക്കാവ് ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് കർത്ത ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ സായുധ സേനാ ദിന വാരാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ സെമിനാറുകൾ സംഘടിപ്പിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജുവിന്റെ നേതൃത്വത്തിൽ. വിവിധ സ്കൂളുകളെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സെമിനാറിൽ സായുധ സേനാ ദിന ക്യാമ്പ് വിതരണം ചെയ്തു.